നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് മാസത്തിലെ ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന മാർച്ച് മാസത്തിൽ മകരക്കൂറുകാർക്ക് 15-ാം തീയതി വരെ സൂര്യൻ 2-ലാണ് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ 3-ലേക്ക് വരുന്നത് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 15-ാം തീയതി വരെ 2-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ധനപരമായിട്ട് അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ പ്രത്യേകിച്ചും എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ നമ്മളുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും. അപ്പം നമ്മളുടെ പണവും രേഖകളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് ആരാധിക്കേണ്ടത്. പഞ്ചാക്ഷര നാമം ജപിക്കുക. 15-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്കെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 3-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 6-ലാണ് ചൊവ്വ. 6-ൽ നിൽക്കുന്ന ചൊവ്വയും നല്ല സ്ഥാനമാണ്. ചൊവ്വയെ കൊണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ വീണ്ടും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് അകാരണമായിട്ടുള്ള ഒരു ശത്രുഭയത്തെ, മാനസികമായിട്ടുള്ള ഒരു ഭയത്തെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും 5-ലാണ് വ്യാഴം. 5-ൽ നിൽക്കുന്ന വ്യാഴം വളരെയേറെ നല്ല രീതിയിൽ തന്നെയുള്ള ദൈവാധീനത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. സന്താന ലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, സ്വർണലാഭം, ലഗ്നലാഭം, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരുന്ന നല്ല ഫലത്തെയാണ് വ്യാഴം 5-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല ശുഭഗ്രഹങ്ങളും 3-ൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷേ ശുക്രൻ 3-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുഭഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ 3-ൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാന സിദ്ധി വന്നു ചേരുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അംഗീകാരങ്ങൾ വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരുന്ന കർമ്മസിദ്ധിയെ സൂചിപ്പിക്കുന്ന നല്ല ഫലത്തെയാണ് ശുക്രനെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. ഈ വരുന്നതായിട്ടുള്ള മാർച്ച് മാസം 29-ാം തീയതി ശനിക്ക് രാശിമാറ്റം ഉണ്ടെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. അതായത് 29-ാം തീയതി വരെ 2-ലാണ് ശനി മകരക്കൂറുകാർക്ക്. ഫലത്തെ സൂചിപ്പിച്ചിരുന്നത് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ലൗകിക വിരക്തി വന്നു ചേരുക എന്നുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശഫലങ്ങളെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ മാർച്ച് 29-ാം തീയതിക്ക് ശേഷം ശനി 3-ലേക്ക് വരുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3, 6, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ശനിയെ കൊണ്ട് ചന്ദ്രൻ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് 2.5 വർഷ കാലയളവാണ്. അപ്പോൾ മാർച്ച് 29-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുന്ന ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന സർവാഭീഷ്ട സിദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വ്യാഴം 5-ലാണ്, ശനി 3-ലാണ്. മകരക്കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള
പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അതേപോലെ തന്നെ ഗൃഹമില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അതെല്ലാം വളരെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ശനി എന്ന് പറഞ്ഞാൽ മന്ദനാണ്. കാലമെടുത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ തരുന്ന ഗ്രഹമാണ് ശനി. ഒരു ഗ്രഹം പണിയുക എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് സാധിക്കില്ല, അല്ലേ? അപ്പൊ കാലമെടുത്ത് വന്നു ചേരുന്നതായിട്ടുള്ള ഫലങ്ങളെ, നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശനി ഒരു മോശമായിട്ടുള്ള ഒരു ഗ്രഹമൊന്നുമല്ല. പലപ്പോഴും പലർക്കും ജാതകപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും ഗുണഫലങ്ങൾ ചെയ്യുന്നത് ശനിദശാകാലത്തായിരിക്കും. അപ്പൊ എന്തായാലും ഈ ശനിമാറ്റത്തോടു കൂടി മകരക്കൂറുകാർ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരട്ടെ. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളിലേക്ക് യാതൊരു ദുരിതവും വരില്ല. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞ ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു മാർഗമാണ്. അത് വളരെയേറെ നല്ല ഫലങ്ങളെ എനിക്ക് പ്രദാനം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതായത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നാളെ ചെയ്യുവാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും, ഓരോ കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കാറൊന്നുമില്ല സാധാരണ. അത് അങ്ങനെ നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് 5 കാര്യങ്ങളോ 4 കാര്യങ്ങളോ ആവരുത്, 7 കാര്യങ്ങളോ ആവരുത്, കൃത്യം 6 കാര്യങ്ങളാണ്. അങ്ങനെ നാളെ ആ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. ചിലപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നാളെ വീണ്ടും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മറ്റന്നാൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും, അതായത് 6 കാര്യങ്ങളെ വേണ്ടു. ഈ ചെയ്യാൻ സാധിക്കാത്ത 2 കാര്യങ്ങളും ബാക്കിയുള്ള ഒരു 4 കാര്യങ്ങളും കൂടി കൂട്ടി 6 കാര്യങ്ങളാക്കുക. അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് കൃത്യമായിട്ട് പിറ്റേ ദിവസം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുക, ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അത് വീണ്ടും 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 ഇങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെയ്ത് ശീലിച്ചോളൂ, ശ്രമിച്ചോളൂ, ജീവിത വിജയം വരും, നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും. നന്ദി, നമസ്കാരം.